ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് 2024 കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. 2024 ആഗോള ഭൗതിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ആൻസർ 42. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റും കൂടി നോക്കാം. US ചേംബർ ഓഫ് കൊമേഴ്സ് 2024 ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ 55 രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ 42ാം സ്ഥാനത്ത് എത്തിയത്. എത്രയാണ്? 55 രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ 42ാം സ്ഥാനത്ത് എത്തിയത്. 2024 ആഗോള ഭൗതിക സ്വത്തവകാശ സൂചികയിൽ അമേരിക്കയാണ് 1ാം സ്ഥാനത്ത് എത്തിയത്. ഇന്ത്യ 42ാം സ്ഥാനം, അമേരിക്കയ്ക്ക് 1ാം സ്ഥാനം. UK, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. ഏതൊക്കെയാണ്? UKയും ഫ്രാൻസുമാണ് 2, 3 സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 പത്മപ്രഭ പുരസ്കാര ജേതാവ് ആര്? ആൻസർ റഫീഖ് അഹമ്മദ്. 2024 25ാമത് പത്മപ്രഭ പുരസ്കാരമാണ് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിന് ലഭിച്ചത്. എത്രാമതാണ്? 25ാമത് പത്മപ്രഭ പുരസ്കാരമാണ് ഗാനരചയിതാവും അതേപോലെ കവിയുമായിട്ടുള്ള റഫീഖ് അഹമ്മദിന് ലഭിച്ചത്. 75,000 രൂപയും പ്രശസ്തി പത്രവും പത്മരാഗക്കല്ല് പതിച്ച ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കടൽ കാഴ്ച, അഴുക്കില്ലം തുടങ്ങിയവ റഫീഖ് അഹമ്മദിൻ്റെ കൃതികളാണ്. NS മാധവൻ ചെയർമാനും കൽപ്പറ്റ നാരായണൻ, S ശാരദക്കുട്ടി എന്നിവർ അംഗങ്ങളുമായ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട ഫ്രഞ്ച് നഗരം ഏത്? ആൻസർ സ്ട്രാസ്ബർഗ്. കുറച്ച് കണക്റ്റിംഗ് ഫാക്റ്റും കൂടി നോക്കാം. വായനയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെടുന്ന നഗരങ്ങൾ ചെയ്യേണ്ടത്. 2023 ലോക പുസ്തക തലസ്ഥാനം ഘാനയിലെ അക്രയായിരുന്നു. 2025 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോ, ബ്രസീലാണ്. 2025 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോ, ബ്രസീലാണ്. മൊറോക്കോയുടെ തലസ്ഥാനമായ റബാത്തിനെയാണ് 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത്. വേൾഡ് ബുക്ക് ക്യാപിറ്റൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ യുനെസ്കോ ഡയറക്ടർ ജനറലാണ് പുസ്തക തലസ്ഥാനങ്ങളെ പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിലെ ഏതു പരമോന്നത സ്ഥാപനത്തിനാണ് പുതിയ പതാകയും ചിഹ്നവും രൂപകൽപ്പന ചെയ്തത്? ആൻസർ സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ പതാകയും ചിഹ്നവും രാഷ്ട്രപതി ദ്രൗപദി മുർമു അനാച്ഛാദനം ചെയ്തത്. അപ്പോൾ എത്രാമത്തെ വാർഷികമായിരുന്നു? 75ാമത്തെ വാർഷികമായിരുന്നു. അനാച്ഛാദനം ചെയ്തത് ആരാണ്? രാഷ്ട്രപതി ദ്രൗപദി മുർമു. നീല നിറത്തിലുള്ള പതാകയിൽ അശോക ചക്രം, സുപ്രീം കോടതി, ഇന്ത്യൻ ഭരണഘടന എന്നിവയാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്. ഇത് രൂപകൽപ്പന ചെയ്തത് ന്യൂഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ്. സുപ്രീം കോടതിയുടെ പുതിയ പതാകയും ചിഹ്നവും നീതിയെയും ജനാധിപത്യത്തെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ക്രോസ് ടേബിൾ ഫ്ലാഗ്, സിംഗിൾ ടേബിൾ ഫ്ലാഗ്, പോൾ ഫ്ലാഗ്, വുഡൻ ഫ്രെയിം എന്നിങ്ങനെ വിവിധ ഡിസൈനുകളിൽ പതാക നിർമ്മിക്കും.